ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മളല്ല പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്, മറ്റുള്ളവർ നമ്മളെ കണ്ടു പറയണം. അതാണ് സാക്ഷ്യം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളെല്ലാം തന്നെ നമുക്ക് ആത്മീയ വർധനയ്ക്ക് എന്ന് പൊതുവേ പറഞ്ഞു പോകാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനും നമ്മുടെ ജീവിതത്തിൽ ചില രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായി തീരട്ടെ. അല്ലാതെ കേൾക്കുന്ന ദൈവവചനം അറിവായി മാത്രം ഇവിടെ നിൽക്കും. അനുഭവമായിട്ട് നമുക്കത് മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരണം. അപ്പം കേൾക്കുന്ന ദൈവവചനം കേട്ട് ഇത് നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും മാർക്കിട്ടിട്ട് പോരുത്. പകരം ദൈവം എന്നോട് സംസാരിച്ചു എന്ന് വേണം നമ്മൾ ഓരോന്നും ഏറ്റെടുക്കുവാൻ. ഈ ദിവസങ്ങളിൽ ദൈവം അങ്ങനെ പലരോടും സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇവിടെ ആര് ദൈവവചനം സംസാരിച്ചാലും അത് ലോകത്ത് എവിടെയെങ്കിലേക്ക് ഇരുന്ന് ആരെങ്കിലും കേട്ടിട്ട് അയ്യോ അത് എന്നോടായിരുന്നു എന്നുള്ള നല്ല സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നും വിളിച്ച് പലരും പറയുമ്പം ഞങ്ങൾക്ക് വളരെ ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ദൈവം നമ്മോട് ഹൃദ്യമായി തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ആ വചനത്തിന് മുമ്പാകെ തുറന്ന മനസ്സോടും ഹൃദയത്തോടും അതേസമയം താഴ്മയോടും വിറയലോടും വേണം ദൈവം മുമ്പാകെ നമ്മൾ ഇരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വന്നാൽ 26-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ജെനസിസ് ചാപ്റ്റർ 26. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ തന്നെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തി 26-ന്റെ 1 മുതൽ നമുക്കൊന്ന് വായിച്ചു പോവാം. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അബ്രഹാമിൻ്റെ കാലത്തൊരു ക്ഷാമമുണ്ടായി, പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. പക്ഷെ ഇപ്പം അബ്രഹാമിൻ്റെ കാലത്തല്ല, ഇസഹാക്കിൻ്റെ കാലത്താണ്. അപ്പൻ്റെ കാലത്തുണ്ടായ അതേ അനുഭവം ചിലപ്പം മക്കളുടെ കാലത്തും വരും. ഇവിടെ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ചിലർ പറയാറുണ്ട് എൻ്റെ അപ്പൻ 52 വയസ്സിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കി പോയി, അതുകൊണ്ട് മോനൊരു 50 കഴിയുമ്പം ടെൻഷനാണ്. ഇത് പറയും ഇറ്റ് റൺസ് ഇൻ ദ ഫാമിലി, കുടുംബത്തിലുണ്ട് അല്ലേ. എനിക്കറിയാം, അങ്ങനെ നിങ്ങളുടെ അപ്പനൊരു നല്ല പ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാൽ നിങ്ങൾ എപ്പോഴും 6 മാസം കുടുംബം കാർഡിയോളജിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നുള്ള ഉറപ്പാണ്. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, എന്നാലും നിങ്ങളെ നാട്ടുകാർ വിടത്തില്ല അല്ലേ. നിങ്ങൾ കൃത്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം എൻ്റെ അപ്പൻ ഈ പ്രായത്തിലാണ് പോയത്. ഇവിടെ അബ്രഹാമിൻ്റെ കാലത്തൊരു ക്ഷാമം ഉണ്ടായി, ശരിയാ. ആ ക്ഷാമ സമയത്ത് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹം മിസ്രൈമിലോട്ടങ്ങ് പോയി. അവിടെ ചെന്നിടത്ത് ഇച്ചിരി ഒരു കൊല്ലാപ്പൊക്കെ ഉണ്ടായെങ്കിലും തിരിച്ചു വന്നപ്പം നല്ല സമ്പന്നനായിട്ട് വന്നു. ഔട്ട്കം കൊള്ളായിരുന്നു, കുഴപ്പമില്ല, അത്രയും വിടാം അങ്ങനെ. ഇപ്പം മകൻ്റെ കാലത്തും ക്ഷാമം വന്നു. ഉടനെ നാച്ചുറലി ഈ മനസ്സിലെന്തായിരിക്കും വരുന്നത്, പപ്പ പണ്ട് ക്ഷാമം വന്നപ്പോൾ എന്ത് ചെയ്തു, ഈജിപ്തിൽ പോയി, അപ്പോൾ എനിക്കും പോകാം. കാരണം എല്ലാത്തിനും നമ്മളൊരു വാക്ക് പറയും, പ്രസിഡൻസ് ഉണ്ട് അല്ലേ. എൻ്റെ അപ്പൻ അങ്ങനെ പോയി അന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ഇവിടെ എന്താ ചെയ്തതെന്ന് നോക്കിയേ, അടുത്ത വാക്യം. അപ്പോൾ ഇസഹാക്ക് ഗേരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. അടുത്തത്, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നോക്കണേ, ക്ഷാമം വന്നപ്പം അവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം, യഹോവ അവന് പ്രത്യക്ഷനായി. നമുക്കൊരാവശ്യം വരുമ്പം ദൈവം എവിടെയെന്നാണ് പലരും ചോദിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ക്ഷാമം വന്നു, പക്ഷേ എന്ത് ചെയ്യുന്നു, ദൈവം പ്രത്യക്ഷനായി. അബ്രഹാമിന് ഇതുപോലെ ക്ഷാമം വന്നപ്പോൾ പ്രത്യക്ഷനായില്ലേ ദൈവം. എനിക്ക് പറഞ്ഞാനേ പോകരുത് എന്നല്ലേ. ഇവിടെ ദൈവം പ്രത്യക്ഷനായിട്ട് എന്താ പറയുന്നത്, നീ മിസ്രൈമിലേക്ക് പോകരുത്. കണ്ടോ, അപ്പൻ പോയതുപോലെ നമ്മൾ പോകണ്ട. അപ്പൻ ചെയ്തതെല്ലാം നമ്മൾ അതുപോലെ ചെയ്യണമെന്നില്ല. ചില കാര്യങ്ങളിൽ അപ്പനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ, പക്ഷേ അത് ദൈവം അങ്ങ് വിട്ടു. ഇവിടെ മകനും അതേ തെറ്റ് ചെയ്തേനെ, പക്ഷേ ചെയ്യുമോ എന്ന് ഭയന്നിട്ടായിരിക്കും ദൈവം മുൻകൂട്ടി പറയുക, ഡോണ്ട് ഗോ ഡൗൺ ടു ഈജിപ്റ്റ്, ഡോണ്ട് ഗോ ഡൗൺ, നീ പോകരുത്. നിൻ്റെ അപ്പനത് പോകാൻ ഞാൻ അനുവദിച്ചു, പക്ഷേ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കത്തില്ല. കാര്യം എന്താ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് കണ്ടോ പറയാം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർത്തോണം, പോകരുത്. അടുത്ത വാക്യം, ഈ ദേശത്ത് താമസിക്കാം, ഈ ദേശത്ത് താമസിക്കണം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പം ഇസാക്ക് പറയും, ക്ഷാമം നമ്മുടെ പ്രശ്നം, നീ എന്നോട് കൂടിയിരിക്കുന്ന നല്ല കാര്യം, നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ കൊള്ളാം. പക്ഷെ ഇവിടെ ക്ഷാമമാണ്. അതെ, ക്ഷാമമുള്ളപ്പോഴാണ് ദൈവം കൂടെയുള്ളത്.
ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, മേ ബി യു ആർ ഗോയിങ് ത്രൂ എ ടൈം ഓഫ് ഫാമിൻ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ക്ഷാമം, ക്ഷാമം എന്ന് പറയുമ്പോൾ സ്കേഴ്സിറ്റി, ഷോർട്ടേജ്, ലിമിറ്റ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, വാക്കുകളുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ നിങ്ങൾ ആരെങ്കിലും പോകുന്നുവെങ്കിൽ ഈ സമയത്ത് തന്നെയാണ് ദൈവം നിങ്ങളോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ക്ഷാമകാലത്ത് മാറി നിൽക്കുന്ന ദൈവമല്ല, ക്ഷാമകാലത്ത് കൂടെ നിൽക്കുന്ന ദൈവമാണ്. എത്ര പേര് രാമയം പറയും? എൻ്റെ കഷ്ടസമയത്ത് ദൂരെ നിന്ന് നോക്കുന്ന ദൈവമല്ല, എൻ്റെ കഷ്ടസമയത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ദൈവം. ഞാൻ കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ പോകുമ്പോൾ നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ എന്നാണ്. അങ്ങനെയെങ്കിൽ ക്ഷാമകാലത്താണ് ദൈവം ഇങ്ങോട്ട് സംസാരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അല്ലേ? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അടുത്തത്, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെ നിനക്ക് നിന്റെ സന്തതിക്കും ഞാൻ തരാൻ പോവുക. ഇവൻ ഇത് വിട്ടു പോകാനാ പോകുന്നത്, പക്ഷെ ഇത് നിനക്ക് തരാൻ പോവുക. അടുത്തത്, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. കണ്ടോ, നിന്റെ അപ്പനായ അബ്രഹാമിനോട് ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇവിടെയാണ് അപ്പൻ്റെ റോള് വരുന്നത്. പിതാക്കന്മാരെ, നിങ്ങൾ ദൈവത്തോട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ബന്ധം? ദൈവം അഭിമാനത്തോടെ പറഞ്ഞ എബ്രഹാം മൈ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. മോദി ട്രംപിനെ പറ്റി പറയുന്ന പോലെയല്ല. എന്താണ് മൈ ഫ്രണ്ട്? എന്ത് ദൈവമാണ് അബ്രഹാമിനെ പറ്റി പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ മോനായത്. അവൻ ദൈവം പറയും, എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചെയ്തൊരു നിയമമുണ്ട്, അതെനിക്ക് പാലിച്ചേ പറ്റൂ. അപ്പന്മാരെ, ആർ യു ഗോഡ്സ് ഫ്രണ്ട്? നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് നീതിയായി കണക്കിടും. അത് നിങ്ങളുടെ മക്കൾക്കും നീതിയായി കണക്കിടും. അത് നിങ്ങളുടെ തലമുറയ്ക്കും നീതിയായി കണക്കിടും. അതുകൊണ്ട് പ്രത്യേകിച്ച് പിതാക്കന്മാരെ, നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഈ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് ആ കർത്താവിനെ വിശ്വസിച്ച് എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം നന്മ നിങ്ങളുടെ വരും തലമുറയ്ക്കും ഉണ്ടാവും. ഇവിടെ നോക്കി, അബ്രഹാമിലൂടെ ആ അനുഗ്രഹം ഇസ്ഹാക്കിന് വരിക. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ നിന്നെ വീണ്ടും നിന്റെ സന്തതിയെ നാലാം വാക്യം, അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട്. കണ്ടോ, ഇത് ഇസ്ഹാക്കിന് ലോട്ടറി അടിക്കുകയല്ല. അപ്പൻ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് അതിൻ്റെ നന്മ, അതിൻ്റെ പ്രതിഫലം ഇതാ മകന് വരുന്നു. ശരിയാ, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന അനുഗ്രഹം അങ്ങ് മൂടി. ശരി, അത് ഇത്രയും വരെ കൊള്ളാം. ഇനി 6 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്യുക. ആ വാക്യത്തിനൊരു ചെറിയ കുഴപ്പമുണ്ട്. എന്താണെന്നറിയാം? ഈ അപ്പൻ കാണിച്ച എന്നെ മോനും കാണിക്കും. അപ്പൻ പോയെടുത്ത് എന്ത് കാണിച്ചു? ഭാര്യ സുന്ദരിയായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ചെന്ന് എന്തോ പറഞ്ഞത്? ഇതെൻ്റെ സഹോദരി. അടുത്ത വാക്യം വായിച്ചു നോക്കിയാൽ അറിയാം, മോനും ഇത് തന്നെ കാണിച്ചു. എന്താണ്? അബീമേലെക്കിനോട് പറയുക, ഇതെൻ്റെ ചില സം പാറ്റേൺസ് റൺ ഇൻ ദ ഫാമിലി. അപ്പൻ കള്ളം പറഞ്ഞാൽ മോനും കള്ളം പറയും, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞത് അപ്പൻ ഈ പറഞ്ഞ പോലെ ദൈവത്തെ അനുസരിച്ചു, പക്ഷെ അപ്പൻ അന്ന് കാണിച്ച ഒരു ഇത് ഈ മോനും അത് തന്നെ കാണിച്ചു. റിബേക്ക സുന്ദരിയായിരുന്നു, അല്ലേ? ഇതുപോലെ തന്നെ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ അതങ്ങ് വിട്ടേക്കാം തൽക്കാലം. അടുത്തത് 12 വാക്യം തൊട്ട് വായിച്ചേ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. അതിൻ്റെ അർത്ഥം അവിടെ ക്ഷാമമാണെന്ന് ഓർക്കണം, അല്ലേ? പക്ഷേ ദൈവം പറഞ്ഞു ഇവിടുന്ന് പോകരുത്. ശരി, അവിടെ നിന്ന് വിതച്ചിട്ട് എന്തു പറ്റി? ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. കണ്ടോ, 100 മേനി ദൈവം പറഞ്ഞിട്ട് പോകാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് നമ്മളും ദൈവം പറഞ്ഞത് കേട്ട് നമ്മൾ മുന്നോട്ട് ചൂടുകൾ വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പലപ്പോഴും ദൈവം പറഞ്ഞത് കേൾക്കാതെ നമ്മൾ ചാടിക്കറി ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലേ, എത്ര ലക്ഷം രൂപ കടമുണ്ടാക്കിയവരും നഷ്ടപ്പെടുത്തിയവരും ജപ്തിയായവരും ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാം ദൈവം പറഞ്ഞിട്ടാണോ പ്രിയപ്പെട്ടവരെ? ഇവിടെ പറഞ്ഞേ ക്ഷാമകാലമാണ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒട്ടും കൊള്ളാവുന്നൊരു സമയമല്ല, പക്ഷേ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ 100-fold ആണ് അവിടെ ദൈവം അനുഗ്രഹം കൊടുത്തതെന്നുള്ള ഓർക്കണം. അടുത്ത വാക്യം, അവൻ വർദ്ധിച്ചു മഹാധനവാനായി. ദൈവം ഇതാണൊരു കുഴപ്പം, ദൈവം അനുഗ്രഹിച്ചാൽ പിന്നെ ഒരു അന്തവും ഇല്ലല്ലേ. ദൈവം അങ്ങ് അനുഗ്രഹിച്ചപ്പോഴത്തേക്ക് ഇയാളങ്ങ് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഹി ബിക്കേം വെരി പ്രോസ്പറസ് ആൻഡ് വെൽത്തി എന്നാണ് ഇംഗ്ലീഷിൽ. അവന് മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നു. ഇതാണ് അന്നത്തെ വെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി.
ഇതുവരെ എല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ഇപ്പം എന്തായി? ഇയാളിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പം ചുറ്റുമുള്ള ഫെലിസ്ത്യർ ഇത് കണ്ടിട്ട് അവർക്കെന്താണ്? അവർക്ക് അസൂയ. ഇതൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടെ. ഞാനും നിങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നമുക്ക് ചുറ്റും അനേകർ അസൂയാലുക്കളാവും. ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാസമ്പന്നരാകുക എന്നുള്ള അനുഗ്രഹമല്ല. അവർക്കുള്ള പോലെ പ്രശ്നം നമുക്കുണ്ട്. അവരും ക്ഷാമത്തിലാണ്, നമ്മളും ക്ഷാമത്തിലാണ്. പക്ഷേ നമ്മളെ ക്ഷാമത്തിൽ ക്ഷേമമായി ദൈവം നടത്തുന്നത് അവർ കാണുമ്പോൾ, അവർക്കില്ലാത്ത സന്തോഷം നമ്മളിൽ കാണുമ്പോൾ, അവർക്കില്ലാത്ത സമാധാനം നമ്മുടെ കുടുംബത്തിൽ കാണുമ്പോൾ, അല്ലേ, അത് കാണുമ്പോൾ അവർക്ക് എന്തു പറ്റും? അസൂയ. ആത്മീയമായി ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിച്ച് ഒരു ദൈവ കൂട്ടായ്മയായി ദൈവത്തിൻ്റെ സാക്ഷികളായി യേശുവിൻ്റെ സാക്ഷികളായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള അനേകർക്ക് അസൂയ വരുന്നത് വെറും സ്വാഭാവികമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അവിടെ നോക്കിയേ, ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അപ്പോഴെന്ത് ചെയ്തു? അടുത്തത്, എന്നാൽ അവൻ്റെ പിതാവായി അബ്രഹാമിൻ്റെ കാലത്ത് അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞു. അടുത്ത പ്രശ്നം, കിണറെന്ന് പറഞ്ഞാൽ വെള്ളമാണ് ജീവൻ, അല്ലേ? ഒരു സമൂഹം അവിടെ ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. അപ്പോൾ ഇവിടെ കിണറുണ്ടായിരുന്നു. ആ കിണർ ആര് കുഴിച്ചതാ? അത് കോർപ്പറേഷൻ കിണറല്ല, അത് പഞ്ചായത്ത് കിണറല്ല, ഇയാളുടെ അപ്പം കുഴിച്ച കിണറാണ്. അപ്പോൾ ഇയാൾക്ക് ഈ ഹാസ് എവറി റൈറ്റ്. എൻ്റെ അപ്പം കുഴിച്ച കിണറാണ്. അപ്പൻ അതിന് പേരും ഒക്കെ ഇട്ടിരുന്നു എന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, തൻ്റെ അപ്പനായ അബ്രഹാം കുഴിച്ച കിണറിനെ എന്ത് ചെയ്തു? ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. നോക്കണേ, അതായത് ജീവിതം ദുസ്സഹമാക്കുക, അതാണ് എൻ്റെ അർത്ഥം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുമ്പം പെട്ടെന്ന് ഒരു തടസ്സം, ആരൊക്കെയോ ശത്രുക്കൾ വന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ നമ്മൾ കുടിക്കേണ്ടുന്ന വെള്ളം അവിടെ മണ്ണിടുന്നു. ഇതുപോലെയൊക്കെ ചില പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. പക്ഷേ എൻ്റെ ഇന്നത്തെ പോയിൻ്റ്, ഇങ്ങനെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം? ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. ഗോഡ് വിൽ ടെസ്റ്റ് us through relationship with others. God will test us through relationship with others. ദൈവം നമ്മളെ പരിശോധിക്കും, പരീക്ഷിക്കും. എന്തിലൂടെ? മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും തോറ്റു പോകുന്നത് ഈ പരീക്ഷയിലാണ് പ്രിയപ്പെട്ടവർ, ഈ പരീക്ഷയിലാണ് പ്രോബ്ലം. അപ്പോൾ നോക്കിയേ, ദൈവം അനുഗ്രഹിച്ചു, ദൈവത്താൽ ഇവൻ സമ്പന്നനായി തീർന്നു. പക്ഷേ ആ ദൈവാനുഗ്രഹം മറ്റുള്ളവർക്ക് ഇവനോട് അസൂയ വരുമാറ് കാരണമായി തീർന്നു. ശരി, അടുത്ത വാക്യം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന്. അബീമേലെക്ക് ഇസ്ഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോക എന്ന് പറഞ്ഞു. ഉടനെ ഈ അബീമേലെക്ക് അയാൾ പറയാ, എടോ ഇസ്ഹാക്കേ, താൻ ഇവിടെ നിന്ന് വിട്ടുപോകണം. എന്തിനാ? ഞാൻ ഇവിടുത്തുകാരനല്ലേ, ഞാനിവിടെ എത്ര വർഷം, എൻ്റെ അപ്പൻ ഇവിടെ കണ്ട കുഴിച്ച കിണർ വരെ എൻ്റെ അപ്പൻ്റെ. അതൊക്കെ ശരിയാ, താൻ ഇവിടെ നിന്ന് പോകണം. എന്തിനാ? നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകും. അവിടെ വാക്ക് ശ്രദ്ധിക്കണം, ബലവാൻ. നമ്മൾ നേരത്തെ വായിച്ചത് എന്താ? സമ്പന്നൻ, ധനവാൻ എന്നാണ്. പക്ഷേ ഇവർ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ സമ്പത്തല്ല, യു ആർ സ്ട്രോങ്ങർ ആൻഡ് മൈറ്റിയർ ദാൻ. ഇതുപോലാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും ശക്തരാണ്, അല്ലേ? നമ്മൾ ബലഹീനരാണ്, പക്ഷേ കർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ ശക്തരാണ്. അതവർക്കറിയാം. നമ്മുടെ കൂടെയുള്ളവൻ അവരുടെ കൂടെയുള്ളവനെക്കാട്ടിലും വലിയവനാണെങ്കിൽ ഇത് നമ്മളറിയുന്നില്ല നമ്മുടെ കൂടെ ആരാ ഉള്ളതെന്ന്, പക്ഷെ അവരറിയും. അതുകൊണ്ട് അവർക്ക് ദേ കാൻ ടോളറേറ്റ്, അവർക്ക് നമ്മളതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരൊന്ന് ഒരു കാര്യമായി നമ്മൾ അപേക്ഷിക്കും, എന്താണ്? ഒന്ന് പോയി തരുമോ? ആ വാക്യം അങ്ങനെയല്ലേ പറയുന്നത്, നീ ഞങ്ങളെക്കാട്ടിലും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകാം, ഞങ്ങളെ വിട്ടുപോകാം. ഇതെങ്ങനെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ? നമ്മളെ ദൈവമല്ലേ അനുഗ്രഹിച്ചത്. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ. എന്നെ ദൈവം അനുഗ്രഹിച്ചു, അപ്പോൾ ഞാനെന്ത് ചെയ്യാനാ? എന്നെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ മറ്റുള്ളവർ പറയുന്നത്, അതൊക്കെ ശരി, നീ ഞങ്ങളെക്കാളും ബലവാനായതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, വിട്ടുപോകാൻ പറഞ്ഞു. ശരി, അടുത്ത വാക്യം. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗേരാർ താഴ്വരയിൽ കൂടാരമടിച്ച് അവിടെ പാർത്തു. കണ്ടോ, ഈ പാവത്താൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ഒരു താഴ്വരയിൽ ചെന്ന് അവിടെ ആദ്യത്തെ പ്രശ്നം, ആദ്യത്തെ കിണർ, അബ്രഹാം കുഴിച്ച കിണറിൽ മണ്ണിട്ടു. അതിൻ്റെ അർത്ഥം, കാരണം ജലസി. എന്താണ്? അസൂയ. ആദ്യത്തെ കിണർ അസൂയ. രണ്ടാമത് കൂടാരം ഒരു താഴ്വരയിൽ മാറ്റിയടിച്ച് അവിടെ ഒരു കിണർ കുഴിച്ചു. അവിടെ കുഴിച്ചപ്പോഴെന്തായിരുന്നു പ്രശ്നം? 20-ാം വാക്യം. അപ്പോൾ ഗേറാർ ദേശത്തിലെ ഇടയന്മാർ
ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ട്. കണ്ടോ, നോക്കണേ, രണ്ടാമത് ആർക്കും ശല്യമില്ലാതെ പോയൊരു കിണർ ഒഴിച്ചപ്പം അവിടെയും വന്നിരിക്കുന്നു വഴക്കിന്. പക്ഷേ അവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ പഴയ ആൾക്കാരല്ല, അവിടെ ഇരിക്കുന്ന ഇടയന്മാർ, ഇദ്ദേഹത്തിൻ്റെ ഇടയന്മാരോട്ടൊരു വഴക്ക്. എന്താണ്? ഈ വെള്ളം ഞങ്ങളുടേതാ, ഇത് പറ്റത്തില്ല. ചേടാ, ഇതെന്തൊരു കഷ്ടം അല്ലേ? അവിടെ നിന്ന് എൻ്റെ അപ്പൻ്റെ കിണറാണ്, അതെൻ്റെ റൈറ്റ്ഫുൾ റൈറ്റാ. പക്ഷേ അവിടെ നിന്ന് വഴക്കുണ്ടാകണ്ടെന്ന് പറഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പം ഇവിടെ നിന്നാണ്ടോ വഴക്ക്. ശരി, അവിടെ താൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക്ക് എന്ന് പേര് വിളിച്ചു. അപ്പം ഈ പോകുന്നിടത്തെല്ലാം ഒരു പേര് വിടുന്നുണ്ട് കിണറിന്. ഏശക്ക് എന്നാണ് പേര്. ആ വാക്കിൻ്റെ അർത്ഥം ഷണ്ട, സ്ട്രൈഫ് എന്നാണ്. രണ്ടാമത്തെ കിണർ ഏതാ? ഷണ്ട, സ്ട്രൈഫ്. അപ്പോൾ നോക്കിയേ, ഈ അസൂയ എന്തിലേക്ക് വരും? ഉറപ്പാ. ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ ഉണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഉറപ്പാണ് അസൂയ ഇരുന്ന് മൂത്ത് വഴക്കാവും. വെറും അസൂയ ഉണ്ടെങ്കിൽ ഒതുങ്ങത്തില്ല, വഴക്കാവും. പക്ഷേ അവിടെയും ഇസാക്ക് എന്ത് ചെയ്തു? അടുത്തത്, അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട്. ആ ശണ്ടയിട്ടപ്പോൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് മാറി മറ്റൊരു കിണർ കുഴിച്ചു. പക്ഷെ അവിടെയും മൂന്നാമത്തെ കിണറും അവിടെ എന്താണ് പ്രശ്നം? അവിടെയും എന്താണ്? വഴക്ക് തന്നെയാണ്. അവൻ അതിന് സിത്ന എന്ന് പേർ വിളിച്ചു. അവിടെയും പേരിട്ട്. എന്താണ് സിത്ന? ആ വാക്കിൻ്റെ അർത്ഥം സൈറ്റൻ എന്നുള്ള വാക്ക് അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അക്യൂസർ, അപവാദി. അവിടെയും ഈ പറഞ്ഞ പോലെ പിശാച് അവിടെയും പ്രവർത്തിക്കുന്നു, അവിടെയും സ്വസ്ഥത തരുന്നില്ല. ശരി, അടുത്ത് എന്ത് ചെയ്തു? അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ. ഇപ്പോഴെല്ലാം കൂടെ കിണർ നമ്പർ എത്ര ആയി ഇത്? ഞാൻ ചോദിച്ചോട്ടെ, ഇയാളെന്താ കുഴൽ കിണർ ഏജൻസിയോ? ഇയാൾക്കൊരു ലോറിയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൊബൈലായിട്ട് പോയി എല്ലാവരും ഇങ്ങനെ കിണർ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ മനുഷ്യൻ ആയുസിൽ ഒരു കിണർ ഒഴിക്കും. ഇയാൾ ഇതിനോട് എത്ര കിണറായി? നാലാമത്തെ കിണർ കുഴിച്ചപ്പോൾ എന്താണ് അവിടെ എന്താണ്? അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. ഭാഗ്യം. ആ കിണറിനെ കുറിച്ച് എന്തിട്ടില്ല? ശണ്ടയിട്ടില്ല. 22-ാം വാക്യം, ശണ്ടയില്ല. അപ്പോഴെന്ത് ചെയ്തു? താൻ ആ കിണറിന് ഒരു പേരിട്ടു. എന്താണ്? യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹോബോത്ത് എന്ന് പേരിട്ടു. The fourth well, Rehoboth, room enough, space for everyone. ഇതിഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇതിനൊരു ശണ്ടയൊന്നും വേണ്ട. ഒരു വലിയ വിശാലമായ ഒരവസ്ഥയിലേക്ക് ദൈവം അവിടെ കൊണ്ടുവന്നു അല്ലേ? അപ്പം ഞാൻ സമയക്കുറവുകൊണ്ട് ഓടിച്ചു പോവാണ്. അപ്പോൾ അവിടെ എന്തായാലും പ്രശ്നമില്ല, ഒരു സാവകാശം തന്നു. പക്ഷേ 23-ാം വാക്യം, അവിടെ നിന്ന് അവൻ ബേർഷേബയ്ക്ക് പോയി. ശരി, അടുത്തത്. അന്ന് രാത്രി യഹോവ പ്രത്യക്ഷനായി. എൻ്റെ ചോദ്യം, നേരത്തെ ക്ഷാമം വന്നപ്പം യഹോവ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു. പക്ഷേ ഈ വഴക്കെല്ലാം നടക്കുമ്പം, ഈ അസൂയയും ശണ്ടയും അക്യൂസേഷനും എല്ലാം നടക്കുമ്പം ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ ദൈവം അറിയുന്നില്ല എന്നാണോ? ദൈവം കാണുന്നില്ല എന്നാണോ? അവിടെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെയാണ് നോക്കുന്നത്. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? ഗോഡ് ഈസ് ടെസ്റ്റിംഗ് അസ്. ഹൗ ആം ഐ ആൻഡ് ഹൗ ഈസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. എന്നോട് ഈ വഴക്കിടുന്നവരോടുള്ള എൻ്റെ പ്രതികരണം എന്ത് എന്നാണ് ദൈവം നോക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ആരെങ്കിലും നമ്മുടെ അടുത്ത് വഴക്കിടുമ്പോൾ, കർത്താവേ നീ ഇപ്പോൾ ഒന്ന് പ്രത്യക്ഷപ്പെട്ടൊന്ന് കാണിച്ചു കൊടുക്കണേ, ജീവനുള്ള ദൈവം ആരെന്നൊന്ന് കാണിച്ചു കൊടുക്കണേ. ദൈവം മിണ്ടത്തില്ല. ദൈവം പറഞ്ഞ് ഞാനല്ല കാണിച്ചു കൊടുക്കണേ, ആദ്യം നീ കാണിച്ചു കൊടുക്കണം. എന്ത് ചെയ്യണം? കോടതി പോകണോ? അത് നിൻ്റെ ഇഷ്ടം. വഴക്കിടട്ടാ ഞാൻ ചെന്ന്, അത് നിൻ്റെ ഫ്രീ വില്ല് ഞാൻ തൊടത്തില്ല. പക്ഷേ അവിടെ എല്ലാം ഇസഹാക്ക് അവിടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ദൈവം. ഇറ്റ്സ് നോട്ട് ഹിസ് റിയാക്ഷൻ, ഹൗ ഈസ് ഹി ആക്ടിങ്, അല്ലേ? താൻ എന്ത് നടപടിയാണ് എടുക്കുന്നത്? അവിടെ എല്ലാം നടപടി എന്താ? അവിടെ ഒരു വഴക്കുമില്ല, വിട്ടേച്ചങ്ങ് പോവുക, വിട്ടേച്ചങ്ങ് മാറിപ്പോവുക. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, അടുത്ത വാക്യം. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. വീണ്ടും പ്രത്യക്ഷനായി. അപ്പം ഞാനായിരുന്നേ ചോദിച്ചാൽ എവിടെ ആയിരുന്നു? അതുകൊണ്ട് അവരെന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ വഴക്കായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യ, മണ്ണിട്ട്. എന്തൊക്കെ പരാതിയും സങ്കടവും പരിഭവവും ഒക്കെ ആയിരുന്നു നമുക്ക് പറയാനുള്ളത്. പക്ഷേ യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്ക് അവിടെ രഹബോത്ത് സമാധാനമായി, ഇഷ്ടംപോലെ വെള്ളവുമായി. അപ്പോഴാണ് വീണ്ടും യഹോവ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ ചില പാഠങ്ങൾ നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? അടുത്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം കേട്ടോ, ഞാൻ ഇത് കൂടെ ഉണ്ടെന്ന് നേരത്തെയും പറഞ്ഞതാ. അതിൻ്റെ അർത്ഥം ഈ വഴക്കൊക്കെ നടക്കുമ്പോഴും ആര് കൂടെയുണ്ട്? ദൈവം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ വഴക്ക് നടക്കുമ്പോൾ നമ്മളെന്തോ പറയുന്നത്, യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? ഇതല്ലേ നമ്മുടെ വാക്യം. ദൂരത്തല്ല നിൽക്കുന്നത്, യഹോവ കൂടെയുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ കിടന്ന് വഴക്കിട്ടപ്പോഴും യഹോവ കൂടെ ഇരുന്ന് എല്ലാം കേട്ടതാ. നിങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് വണ്ടി അടിയിട്ടുകൊണ്ട് വന്നപ്പോഴും വണ്ടിക്കകത്ത് യഹോവ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുങ്ങി ഇറങ്ങാൻ താമസം പറഞ്ഞിട്ട് വെള്ളം വെച്ചില്ലേ? ആരാ ആദ്യം ഒരുങ്ങുന്നേ? അല്ല, ഇതൊക്കെയാണല്ലോ പ്രശ്നം. നിങ്ങൾ ഈ വഴക്കിടുമ്പോഴെല്ലാം യഹോവ കൂടെ ഉണ്ടെന്നേ. നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് യഹോവയുണ്ട് അല്ലേ? ഹീ ഈസ് വാച്ചിങ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? ഹൗ ഡു യു റെസ്പോണ്ട്? അല്ലേ, ഇത് വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങേർക്ക് പ്രവചനവരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടുപിടിക്കാൻ പ്രവചനവരൊന്നും വേണ്ട, ഇതൊക്കെ കോമൺ സെൻസ് മതി അല്ലേ? നമ്മൾ മനുഷ്യരാ. ആരെങ്കിലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പം, ആരെങ്കിലും നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പം നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഇത് ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ. ലെറ്റ്സ് ബി കോഷ്യസ്, ലെറ്റ്സ് ബി കെയർഫുൾ. ഇന്ന് ഇവിടെ നിന്ന് തൊട്ട് നമുക്കൊരു മാറ്റം വരട്ടെ പ്രിയപ്പെട്ടവരെ. അസ്യാലുക്കൾ എന്തും ചെയ്യും. നമ്മളെ ചൊല്ലി ഭയപ്പെടുന്നവരുണ്ടായിരിക്കും. അത് അവരുടെ കാര്യം, നമ്മുടെ കാര്യമല്ല. പക്ഷേ അവിടെ നിന്ന് വഴക്കടിക്കാൻ നമ്മോട് ദൈവം പറഞ്ഞിട്ടില്ല. അടുത്ത വാക്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ശരി, സന്തോഷം. ഇത് നേരത്തെയും പറഞ്ഞതാ, വീണ്ടും ഒന്നുകൂടെ അത് ഉറപ്പിച്ചു. അടുത്തത്, അവിടെ അവനൊരു യാഗപീഠം പണിത്. അപ്പോഴാണ് ഇപ്പം എന്താ പണിയുന്നത്? യാഗപീഠം. ഇത്രയും നാളെ എന്തുവരുന്ന പണി? കിണർ ഒഴിക്കൽ. ഇതാണ് പ്രശ്നം. നമ്മൾ ഈ യാഗപീഠം പണിയേണ്ടവർ നമ്മൾ കിണറൊഴിച്ച് നടക്കുക. ഈ കിണർ കുഴിച്ചിട്ട് അതിൻ്റെ ചുറ്റും നിന്ന് വഴക്കിടാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കിണർ കുഴിച്ചു, വെള്ളം കണ്ടു, ശരി, നടന്നില്ല, ഇറ്റ് ഡിഡ്ന്റ് വർക്ക്, ലീവ്, പൊയ്ക്കോ, മുന്നോട്ട് പോ. അടുത്തത്, യാഗപീഠം പണിഞ്ഞ് എന്ത് ചെയ്തു? യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. കണ്ടോ, യഹോവയുടെ നാമത്തിൽ അവിടെ ആരാധന നടന്നു. ഇന്ന് ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നമ്മൾ വഴക്കിട്ട് കിണറിനെ ചൊല്ലി വഴക്കിട്ടുകൊണ്ടിരിക്കുന്നവരായിട്ടല്ല അല്ലേ? നമ്മൾ മുന്നോട്ട് കർത്താവിനെ ആരാധിച്ച്, ഇവരൊരു പ്രത്യേക കൂട്ടരാണ്, ഇത് ഇത് എന്താ, തനിച്ചു പാർക്കുന്നൊരു ജനം അല്ലേ? ഇവർ മറ്റുള്ളവരെ പോലെ അല്ല, ഇവർ മറ്റുള്ളവരെ പോലെ വഴക്കിടുന്നവരല്ല അല്ലേ എന്നൊരു സാക്ഷ്യം നമ്മളെക്കുറിച്ച് പറയണം പ്രിയപ്പെട്ടവരെ. ശരി, അടുത്ത വാക്യം, അവിടെ തൻ്റെ കൂടാരം അടിച്ച് അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. ആണ് വീട്. ദൈവമേ, ഈ കിണറൊഴിഞ്ഞിട്ട് സമയമില്ല ഇസഹാക്കിന്. ആലോചിച്ച്, ഇത്രയും കിണർ ഒഴിച്ച ആരെങ്കിലും ബൈബിളിലുണ്ടോ? കിണറെന്ന് പറഞ്ഞാൽ ജീവനാണ് പ്രിയപ്പെട്ടവരെ. വാട്ടർ ഈസ് ലൈഫ് ഒരർത്ഥത്തിൽ. ശരി, അവിടെയും ചെന്ന് കിണർ കുഴിച്ചപ്പം അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹുസത്തും സേനാപതിയായ ഫീക്കോലും ഗേരാറിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നു. ദൈവമേ, ഈ പാർട്ടികൾ അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ടെൻഷനായി. ദൈവം ഏതാണ്ട് വീണ്ടും വരുന്നു, എൻ്റെ 5ാമത്തെ കിണറിന് എന്താണ്ട് വഴക്ക് എന്നായിരിക്കും പുള്ളിക്ക് മനസ്സിൽ വന്ന്. അവിടെ പുള്ളി അങ്ങോട്ട് നിന്ന് പ്രൈസ് ദി ലോർഡ് എന്നല്ല പറഞ്ഞു. എന്താ പറഞ്ഞത്? അടുത്ത വാക്യം, ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? കണ്ടോ, നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? വന്നാട്ട് എന്തുകൊണ്ട് വന്നാട്ട് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? വന്നാട്ട് കയറി ഇരുന്നാട്ട് എന്തുകൊണ്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാവത്തെ പച്ച മനുഷ്യനാ. ഇയാൾ പ്രൈസിലോട് ഒന്നുമല്ല പറഞ്ഞത്. കണ്ട ഉടനെ എന്തുവാ, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്ക വന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച. കാരണം 4 പ്രാവശ്യം അനുഭവിച്ചതാ. അതുകൊണ്ട് ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഇപ്പം കാണുമ്പോഴേ എന്താണ്, എല്ലാം ഇപ്പം വഴക്കിന് വരുവാന്ന പേടി. ഇപ്പം പോസ്റ്റ് വന്ന് തട്ടിയാൽ പേടിയാ. എന്തുവാ, രജിസ്റ്റേർഡ് വല്ലതും ഉണ്ടോ? പേടിയാ. പണ്ടൊക്കെ ആണെങ്കിൽ ഈയിടയ്ക്ക് ഒരു രജിസ്റ്റേർഡ് വന്നിട്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. ജെസ്സി വിളിച്ചു പറഞ്ഞ് ഞാൻ വാങ്ങിക്കുന്നില്ല, വിട്ടു. എന്തുമായിരുന്നു, വല്ല ചെക്കോ ഡോളറോ വല്ലതും ആയിരുന്നിരിക്കും, അത് പോയി അല്ലേ? അല്ല, ഞാൻ തമാശ പറയാം. സത്യം പറഞ്ഞാൽ ഇപ്പം ചിരിയാണ് വരുന്നത്. നമുക്ക് മുൻ അനുഭവങ്ങളുണ്ട്, ഭയമാണ്. ആ ഭയം നമ്മളെ എന്ത് ചെയ്യും? എന്ത് കണ്ടാലും നമ്മൾ പേടിക്കും. ഈ 3-4 പേര് വന്നപ്പോൾ ഇയാൾ ഓടിച്ചെന്ന്, നിങ്ങളിപ്പോൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ. ആ സങ്കടം കിടക്കുന്നു, അതാ ഇങ്ങ് പറയുന്നു. നിങ്ങൾ എന്നാലും എന്നെ പറഞ്ഞു വിട്ടല്ലോ അവിടെ നിന്ന്. പോട്ടെ, അത് ഉള്ളിലെ സങ്കടം അങ്ങ് പറഞ്ഞു. അടുത്തത്,
അതിന് അവർ, യഹോവ നിന്നോട് കൂടെ ഇത്രയും അങ്ങ് പാവം അങ്ങ് പറഞ്ഞു പോയി. അപ്പോഴാ അവര് ഒന്ന് ക്ഷമി, ഒന്ന് ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. എന്താ? യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഇതാണ് മറ്റുള്ളവർ നമ്മളെ പറ്റി പറയേണ്ട സാക്ഷ്യം. നിങ്ങൾക്ക് വീതം തരാത്തവരുണ്ടായിരുന്നിരിക്കും. നിങ്ങളുടെ 2 സെൻറ്റിന് വേണ്ടി കോടതിയിൽ നിങ്ങളെ കയറ്റിയവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് അർഹമായത് തരാതെ നിങ്ങളെ അപമാനിച്ചയച്ചവരുണ്ടായിരിക്കും. പക്ഷേ അവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ നടത്തുമ്പം അവർ കാണും, സ്പഷ്ടമായി ഞങ്ങൾ കാണുന്നു. ആര്? യഹോവ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മളല്ല പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്, മറ്റുള്ളവർ നമ്മളെ കണ്ടു പറയണം. അതാണ് സാക്ഷ്യം, പ്രിയപ്പെട്ടവരെ. അവിടെ നോക്കിയേ, അവർ വന്നിട്ട് പറയുക, ഇത്രയൊക്കെ ഞങ്ങൾ നിന്നെ ദ്വേഷിച്ചിട്ട് നിന്നെ പറഞ്ഞു വിട്ടിട്ടും ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കും. അവർ വന്നിരിക്കുന്നത് എന്താണ്? ഒരു ബന്ധം. എന്ത് ബന്ധമാ? ഒരു സത്യബന്ധം. 5ാമത്തെ കിണർ ഇറ്റ്സ് ആക്ച്വലി എ വെൽ ഓഫ് റിസ്റ്റോറേഷൻ. കണ്ടാ, പറഞ്ഞു വിട്ടവർ, ദ്വേഷിച്ചു വിട്ടവർ, മണ്ണിട്ടവർ, അവർ ഇങ്ങോട്ട് വന്നിട്ട് പറയാം, ദൈവം കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു. ഇനി നമുക്ക് പിണക്ക് വേണ്ട. എന്താണ്? നമുക്കൊരു സത്യബന്ധത്തിൽ ആവാം. അതിനെന്താ ആ സത്യബന്ധം എന്നുള്ള? ഇറ്റ്സ് ആക്ച്വലി അവിടെ. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചേ. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചത്. മണ്ണിട്ടതൊക്കെ നന്മയാണ്. നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും. ആർക്കാരെയാ പേടി? നീ ഇങ്ങോട്ടിനി ദോഷമൊന്നും ചെയ്യരുത്. കാര്യങ്ങൾ തിരിഞ്ഞു പോകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കുകയോ ദ്വേഷിക്കുകയോ നഷ്ടം വരുത്തുകയോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ പകരം വീട്ടരുത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ മാറിപ്പോവാണെങ്കിൽ മാറിപ്പോകണം, മിണ്ടാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കണം. കാലം കഴിയുമ്പം ദൈവം പ്രവർത്തിക്കും. അവർ വന്ന് ഇങ്ങോട്ട് സാക്ഷ്യം പറയും, ദൈവം കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു വാരം ചെയ്യണം, ഒരു ഉടമ്പടി ഇങ്ങോട്ട് ചെയ്യണം. എന്താണ്? ഞങ്ങളും നീ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും പറയാം, എന്താണ്? നീ യഹോവയുടെ അനുഗ്രഹമാണ് അവർ കണ്ടത്. ഇന്ന് എന്നെയും നിങ്ങളെയും കണ്ടിട്ട് മറ്റുള്ള ആർക്കെങ്കിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊരു സാക്ഷ്യം മറ്റുള്ളവർ പറയുമോ പ്രിയപ്പെട്ടവരെ? ഇന്നൊരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ് ദൈവം നമ്മോട് പറയുന്നത്. മോളെ, നിന്നെ കണ്ടിട്ട് മറ്റുള്ളവർ പറയട്ടെ, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണെന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറയട്ടെ. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവമക്കളാണെന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു നടന്നില്ലെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് അവതരിപ്പിക്കാൻ നോക്കും. ഒന്നും നമ്മൾ അവതരിപ്പിക്കണ്ട. മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് പറയും, ഇവർ വ്യത്യസ്തരാണ്, ഇവർ മറ്റുള്ളവരുടെ കൂടെ എണ്ണപ്പെടുന്നവരല്ല, ഇവർ വ്യത്യസ്തരാണ്. അങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? നിങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ അവിടെ നോക്കിയേ, ഒരു കരാർ അവിടെ എഴുതി, ഒരു ഉടമ്പടി ചെയ്യണം. കരാറല്ല, ഒരു ഉടമ്പടി. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മെ ദ്വേഷിച്ചവരായാലും ശരി, നമ്മളെ വെറുത്തവരായാലും, നമ്മളെ അയച്ചു കളഞ്ഞവരായാലും ശരി, നമുക്ക് നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാക്കിയവരോ നമുക്ക് മാനനഷ്ടങ്ങൾ ഉണ്ടാക്കിയവരായാലും ശരി, അവരുമായിട്ടൊരു ഉടമ്പടി ചെയ്യുവാൻ ദൈവം ഒരവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പക്ഷേ ആ ഉടമ്പടി എന്താണെന്നറിയാമോ? ഉടമ്പടിയെപ്പറ്റി പറയുമ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് കുറിച്ച് വെച്ചു. ഇസ്രായേലിൻ്റെ പഴയ ഒരു പ്രധാനമന്ത്രി ഇസ്താഖ് റബീൻ, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, ഇപ്പോഴത്തെ അദ്ദേഹത്തെ പേര് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അദ്ദേഹം പണ്ടിരിക്കും PLO ആയിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അങ്ങനെ സൈൻ ചെയ്യുമ്പോൾ അയാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫേമസ് ആണ്. എന്താ അയാൾ പറഞ്ഞതെന്നറിയാമോ? ഐ ആം റെഡി ടു മേക്ക് കോംപ്രമൈസസ്. ഞാൻ ചില കോംപ്രമൈസ് ചെയ്യാം, എന്നാലല്ലേ അത് ഒപ്പിടാൻ പറ്റൂ. പീസ് ഇസ് നോട്ട് മെയ്ഡ് വിത്ത് ഫ്രണ്ട്സ് ബട്ട് വിത്ത് എനിമീസ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പീസ് ഇസ് പീസ് ഇസ് നോട്ട് മെയ്ഡ് വിത്ത് ഫ്രണ്ട്സ്. കാരണം നമ്മൾ സ്നേഹിതരാണെങ്കിൽ എഴുതി ഒപ്പിടേണ്ട ആവശ്യമില്ല സമാധാന ഉടമ്പടി. പക്ഷെ ആര് തമ്മിലെ സമാധാന ഉടമ്പടി ഒപ്പിടുന്നത്? ശത്രുക്കൾ തമ്മില്ല. അതിൻ്റെ അർത്ഥം എന്താ? പുതിയ നിയമത്തിലേക്ക് വരുമ്പം നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നിങ്ങളുടെ ശത്രുക്കൾ
അനുഗ്രഹിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുപ്പീൻ. അതാണ് ഉടമ്പടി പ്രിയപ്പെട്ടവരെ, അല്ലേ? അങ്ങനൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? ആരാണ്ടൊരിക്കൽ പറഞ്ഞു, സ്പീക്ക് വെൽ ഓഫ് യുവർ എനിമീസ്. വൈ? ആഫ്റ്റർ ഓൾ യു മെയ്ഡ് ദം. അവരെങ്ങനെ ശത്രുക്കളായത്? നീ അവരെ ശത്രുക്കളാക്കിയത്. എങ്ങനെ? നീ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നപ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടു, അപ്പോൾ അവർ ശത്രുക്കളായി. അതിൻ്റെ അർത്ഥം നീ അവരുടെ കൂടെ വന്നിരുന്നെങ്കിൽ നിന്നെ അവർ ശത്രുവായിട്ട് കാണത്തില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ വ്യത്യസ്തമായി പെരുമാറിയത് കൊണ്ടാണ്, വ്യത്യസ്തമായി ജീവിച്ചത് കൊണ്ടാണ് അവർ ശത്രുക്കളായത്. അതിൻ്റെ അർത്ഥം ആരാ ശത്രു ആവാൻ കാരണം? നമ്മളാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്പീക്ക് വെൽ ഓഫ് ദം. അവരെപ്പറ്റി നല്ലതേ പറയാവൂ, അവരെപ്പറ്റി ദോഷമൊന്നും പറയരുത്, അല്ലേ? ഇതൊക്കെ ചില പാഠങ്ങൾ നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒന്ന് രണ്ട് സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവം വ്യക്തമായി പറയുന്ന ചില കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സദൃശവാക്യം 24-ാം അധ്യായം 17 മുതൽ 18 വരെ, പ്രോവർബ്സ് 24:17-18. സദൃശവാക്യം 24:17-18. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. നമ്മുടെ ശത്രുക്കൾ അതാരാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തൊരു കാണും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ എന്ത് ചെയ്യരുത്? സന്തോഷിക്കരുത്. അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. അവൻ ഇടറുമ്പോൾ, അതിൻ്റെ അർത്ഥം അവനൊരു ഇടർച്ച വരുമ്പം നീ ആനന്ദിക്കരുത്. ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ വീണ് പോകുമ്പം ആഘോഷിക്കുന്ന കണ്ടിട്ടുണ്ടോ? ശരിയല്ലേ? ഇപ്പം നമ്മൾ കാണുന്നില്ലേ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച എവിടെയെങ്കിലും, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലോ അവരുടെ കുടുംബജീവിതത്തിലോ അവരുടെ ഈവൻ പാസ്റ്റർമാരുടെ ആണെങ്കിൽ അവരുടെ ശുശ്രൂഷയിലോ ഒരു ചർച്ചിലോ എന്തെങ്കിലും ഒരു ഇടർച്ചയോ വീഴ്ചയോ ഉണ്ടാകുമ്പം എല്ലാവരും കൂടി അങ്ങ് എന്ത് ചെയ്യുക? ആഘോഷിക്കുക, അല്ലെങ്കിൽ സന്തോഷിക്കുക. പക്ഷെ ഇവിടെ ഒരു വാക്യം അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? അടുത്ത വാക്യം, യഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തൻ്റെ കോപം അവങ്കിൽ നിന്ന് മാറ്റിക്കളവാനും മതി. നിങ്ങൾ സന്തോഷിച്ചു, കൈയടിച്ച് നിങ്ങൾ സന്തോഷിച്ചു. പെട്ടെന്ന് നീ ആ സന്തോഷിച്ചതിൽ ദൈവത്തിന് ഇഷ്ടക്കേടുണ്ടായി. ദൈവത്തിൻ്റെ ഒരു കോപം അവിടെ വന്നുകൊണ്ടാണ് അവിടെ ഇടർച്ചയും വീഴ്ചയും ഉണ്ടായത്. അത് കണ്ടുകൊണ്ട് നീ കൈയടിക്കാൻ തുടങ്ങിയ അവനോടുള്ള കോപം അങ്ങ് വിട്ടിട്ട് എന്ത് ചെയ്യും? അവനെ അങ്ങ് സഹായിക്കും. ഈ കൈയടിച്ച നീ പെട്ടും പോവും, അവൻ രക്ഷപ്പെടുകയും ചെയ്യും. ദയവായി ആരെങ്കിലും എവിടെയെങ്കിലും വീണാൽ ദയവായി ചിരിക്കരുത്, കൈയടിക്കരുത്, അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്യരുത്. കാര്യം മനസ്സിലായല്ലോ? നമ്മൾ കൈയടിക്കുന്ന എങ്ങനെയാ? ഇറ്റ്സ് ഓൺലി എ ക്ലിക്ക് അവേ, അല്ലേ? ഒറ്റ ക്ലിക്ക് മതി. ഒറ്റ ഗ്രൂപ്പിലോട്ട് പോയി. എത്ര പേർക്കാണ് പോയത്? ഈ വാക്യപ്രകാരം അത് ചെയ്യരുത് പ്രിയപ്പെട്ടവരെ, അത് ചെയ്യരുത്. കാര്യം അതിൽ സന്തോഷിക്കുന്നത് ദൈവം കണ്ടാൽ ദൈവത്തിന് എന്ത് വരുമെന്ന് എഴുതിയിരിക്കുന്നത്? ഇഷ്ടക്കേട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം നമ്മൾ എന്തുമാത്രം ദൈവത്തിൻ്റെ ഇഷ്ടക്കേട് മേടിച്ച് പിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും വീണാൽ, ഇടറിയാൽ അതിലൊരിക്കലും നമ്മൾ സന്തോഷിക്കുകയോ ആനന്ദിക്കുകയോ ചെയ്യരുത് പ്രിയപ്പെട്ടവരെ, ചെയ്യരുത്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഒന്നാമത് അവരോടങ്ങ് ക്ഷമിച്ചേക്കുക. രണ്ടാമത് ഒരു കാരണവശാലും ഒരു പ്രതികാരം അല്ലെങ്കിൽ പകരം ചെയ്യുവാൻ ചിന്തിക്കരുത്. അത് ദൈവത്തിനങ്ങ് വിട്ടേക്കണം. അല്ല, വേറൊരു വാക്കി പറഞ്ഞാൽ, വാ പൂട്ടി ഒന്നും ചെയ്യാതെ, നല്ലൊരു വാക്യം ബൈബിളിലുണ്ട്, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുക. ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് ദൈവം വ്യക്തമായിട്ട് പറയും, എൻ്റെ മോനെ നീ ഒന്ന് മിണ്ടാതെ ഇരി. പക്ഷെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. നമുക്കിത് സംസാരിക്കാനും ഇത് കേൾക്കാനും ഇത് പറയാനും ഒക്കെ ഒരു അകത്തൊരു, അതിനെ ഒന്ന് അടക്ക്. FB മേയർ ആ വാക്യത്തിന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഹൗ മച്ച് ഈസ് ലോസ്റ്റ് ബൈ എ വേർഡ്. ഒറ്റ ഒരു വാക്ക് പറഞ്ഞത് കാരണം എന്തുമാത്രം നഷ്ടം നമ്മൾ വരുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? ഉണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടോ? ഞാൻ ഏത് നേരത്തത് പറഞ്ഞോ, ഞാൻ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എന്തിനാ വാ തുറന്നേ? ഒരു വാക്ക് മതി. ആ ഒരു വാക്കിൽ അങ്ങ് കൈവിട്ടുപോയി. ബി സ്റ്റിൽ സിംപ്ലി മീൻസ് കീപ് ക്വയറ്റ്. മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക. ഇഫ് ദേ സ്മൈറ്റ് യു ഓൺ വൺ ചീക്ക് ടേൺ ദി അതർ ഓൾസോ. ഓക്കെ, ഇവിടെ അടിച്ചു, ഇപ്പം കൂടെ കാണിച്ചു കൊടുക്ക്. നെവർ മൈൻഡ് യുവർ റെപ്യൂട്ടേഷൻ. എന്നല്ല, അവരുടെ മുമ്പേ വെച്ച് അടിച്ചത് നിൻ്റെ റെപ്യൂട്ടേഷൻ ബാധിച്ചല്ലേ? നെവർ മൈൻഡ്, പോട്ടെ. ഇറ്റ് ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. എൻ്റെ അർത്ഥം നിൻ്റെ റെപ്യൂട്ടേഷൻ
ദൈവത്തിൻ്റെ കയ്യിലാണ്. അതിനൊരു ആമേൻ പറയാമോ? ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ കാക്കാൻ നോക്കുക. ആലോചിക്കുക, എത്രയോ ദൈവദാസന്മാർ അടികൊള്ളുന്നു, എത്രയോ സഭകൾ. ഇന്ന് ഞായറാഴ്ച നമ്മളിവിടെ സ്വതന്ത്രമായിട്ട് ആരാധിച്ചു. ഇന്ന് എത്രയോ സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ അല്ലേ എന്തൊക്കെയായിരിക്കും സംഭവിച്ചത് നല്ലപ്പം വീട്ടിൽ പോകുമ്പോൾ നമുക്കറിയാം, വിവരങ്ങൾ വരും. പക്ഷേ അവരുടെ റെപ്യൂട്ടേഷൻ അവരാണോ കാക്കേണ്ടത്? ഒരു സഭയുടെ റെപ്യൂട്ടേഷൻ ആരാ കാക്കേണ്ടത്? ദൈവമാണ്. അങ്ങനെയാണ് ദൈവമക്കളെ, നമ്മുടെ റെപ്യൂട്ടേഷൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളിതിനെ കാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ചില വ്യക്തമായ ചില ആലോചന നമ്മളോട് പറയാമെന്നുള്ളത് മറക്കരുത്. യു വിൽ ഓൺലി മാർക്ക് തിങ്സ് ബൈ ട്രൈങ് ടു റീറ്റെയിൻ ഇറ്റ്. നിങ്ങൾ ഈ റെപ്യൂട്ടേഷനെ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒന്നുകൂടെ വികൃതമാക്കത്തേ ഉള്ളൂ. ആർ യു മിസ്അണ്ടർസ്റ്റുഡ്? നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ? ലീവ് ഇറ്റ് ടു ഹിം. അത് കർത്താവിനെ വിട്ടേക്കുക. യു ആർ ഇൻ ഹിസ് കെയർ. അവൻ്റെ കരുതലിലാണ് നിങ്ങൾ. ആർ യു റോങ്ഡ്? ആരെങ്കിലും തെറ്റായിട്ട് നിങ്ങൾ പെരുമാറിയോ? ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അത് ശരിയാവുമെന്നേ. ജസ്റ്റ് ബി മീക്ക്. വളരെ ശാന്തരായിരിക്കുക. ലവ്ലി ആൻഡ് ജെൻറ്റിൽ. വളരെ മിണ്ടാതങ്ങിയിരിക്കുക. ലെറ്റ് ദ ലോർഡ് കീപ്പ് യു ഇൻ പെർഫെക്റ്റ് പീസ്. നിങ്ങളെ ദൈവം സമാധാനത്തിൽ കാക്കട്ടെ. സ്റ്റേ യുവർ മൈൻഡ് ഓൺ ഹിം. നിങ്ങൾ അവനെ മാത്രം ചിന്തിച്ചിരിക്കുക. ബി ക്വയറ്റ് ബിഫോർ ദ വേൾഡ് ആൻഡ് റെസ്റ്റ് ഇൻ ഹിം. ബി ക്വയറ്റ് ബിഫോർ ദ വേൾഡ്. അവിടാണ് പ്രശ്നം. നമ്മൾ മിണ്ടാതിരിക്കാന്നുള്ള ദൈവസന്നിധി വേണമെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും. മൗനവ്രതം. ശരിയാ. പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കത്തില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? മൗനവ്രതം. ഇവിടെ എന്തോ പറയുന്നറിയാം, ദൈവത്തിന് മുമ്പ് ചെന്ന് മിണ്ടാതിരിക്കുക എന്നല്ല, ലോകത്തിൻ്റെ മുമ്പിൽ നീ മിണ്ടാതിരിക്കുക. ഈ കഴിഞ്ഞ 48 മണിക്കൂറിനകത്ത് ഞാൻ എന്തുമാത്രം ടെംപ്റ്റേഷൻ ഞാൻ അനുഭവിക്കുന്നത് അറിയാമോ? അപ്പോഴപ്പോഴ് നീ ഫോണെടുത്ത് ഒന്ന് വിളിക്കുക, അന്നാരെ ഒന്ന് വിളിക്കുക, അയാളെ ഒന്ന് വിളിക്കുക, ഒന്ന് തിരക്ക്, ഒന്ന് അറിയട്ടെ. എന്താണെന്നറിയത്തില്ല, ഞാൻ അടങ്ങിയിരിക്കുക. പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ അടങ്ങിയിരിക്കുന്ന എൻ്റെ ഒരു അവസ്ഥ കണ്ട അപ്പോഴാണ് ഈ ഭാഗം ഞാൻ വായിച്ച് FB മേയറിൻ്റെ ആ കോട്ട്. ബി ക്വയറ്റ് ബിഫോർ ദ വേൾഡ്. മനുഷ്യരുടെ മുമ്പിലും അടങ്ങിയിരിക്കുക. നിൻ്റെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ അടങ്ങിയിരിക്കുക. നീ 2 കൂട്ടരെയും വിളിക്കേണ്ട, നീ മിണ്ടായിരിക്കുക. നീ മിണ്ടായിരിക്കുക. നീ വിളിക്കേണ്ട, മിണ്ടായിരിക്കുക. ഇന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുന്നുണ്ടോ? മിണ്ടായിരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ തന്നെ ന്യായീകരിക്കാനും അല്ലേ എന്തുമാത്രം നമ്മൾ വർത്തമാനം പറയും. വേണ്ട പ്രിയപ്പെട്ടവരെ, ഒന്നും ന്യായീകരിക്കേണ്ട. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുതൽ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങൾക്ക് റൈറ്റ്ഫുൾ റൈറ്റ്സ്, നിങ്ങൾക്ക് ന്യായമായി വരേണ്ടതിനെ ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടോ? മിണ്ടാതിരിക്കുക. മിണ്ടാതിരിക്കുക. ദൈവം അത് തിരിച്ചു തരും പ്രിയപ്പെട്ടവരെ. അത് ദൈവമാണ് തരേണ്ടത്, നമ്മളാരുമല്ല ചെയ്യേണ്ടത്. അവിടെ സ്പീക്ക് നോട്ട് ദ വേർഡ് ഓഫ് ആർഗ്യുമെൻറ്റ്. തർക്കത്തിൻ്റെ ഒരു വാക്കുപോലും പറയരുത്. ആർഗ്യുമെൻറ്റ് മാത്രമല്ല, ഡിബേറ്റ്, ചെന്ന് വാദിക്കരുത്. ഓർ കോൺട്രവേഴ്സി, ഒരു കോൺട്രവേഴ്സിയും പറയരുത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ബി സ്റ്റിൽ. അത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ബി സ്റ്റിൽ. നീ നിൻ്റെ പാട് നോക്കി മിണ്ടായിരിക്കും. ഇന്നെന്താ ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മളോട്? നിങ്ങളൊന്നും ഇന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ അവസാനത്തെ വരിയൊന്ന് മനസ്സിലാക്കണം. എന്താണ്? മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ബി, മലയാളത്തിൽ പറഞ്ഞ, പച്ച മലയാളത്തിൽ പറഞ്ഞ, എടേ നിൻ്റെ പാട് നോക്കി മിണ്ടായിരിക്കുക. ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവനവൻ്റെ പാട് നോക്കി ഇറങ്ങി പോകാമോ? ഒന്ന് മിണ്ടായിരിക്കാമോ? മിണ്ടായിരിക്കാൻ. ഇന്നലെ രാത്രി 3 മണിക്കാന്ന് തോന്നുന്നു എനിക്കൊരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ്. ഓരോ പെണ്ണുപിള്ള ഇട്ടിരിക്കുക, തെറി പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ സമയം നോക്കി, ഇവർക്കൊന്നും ഉറക്കമില്ലേ? മിണ്ടായിരിക്കാൻ പറ്റുന്നില്ല. 3 മണിയെങ്കിൽ 3 മണി എഴുന്നേറ്റ് കുത്തിപ്പിടിച്ചിരുന്ന് റെക്കോർഡ് ചെയ്ത് വിടുക. എന്തൊരു കഷ്ടം നോക്കണേ അല്ലേ? ഇതൊക്കെ സങ്കടമാണ് സത്യം പറഞ്ഞ. ദൈവമേ, ഞാനിപ്പോൾ ഇത് പറഞ്ഞ അവരിത് കേട്ട് കാണും. സങ്കടം പറയുക. ഞാൻ ഓർക്കുക, ഇത്രയും പ്രായമാർക്കൊക്കെ ഈ സമയത്തൊക്കെ കിടന്ന് നല്ലൊരു ഉറങ്ങേണ്ട സമയമാണ് 3 മണിക്കൊക്കെ. അത് 4 യാമത്തിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാണോ? അല്ല, അല്ല. ഇതൊക്കെ ഞാൻ പറയുന്നത്.
നമ്മുടെ BP-യും നമ്മുടെ നമ്മുടെ ഡയബറ്റീസും നമ്മുടെ കൊളസ്ട്രോളും നമ്മുടെ ശ്വാസം മുട്ടും എന്തിനാ? ഇത് നേരത്തെ കേട്ട പോലെ നമ്മൾ കിട്ടുന്ന കാശ് എല്ലാം മെഡിക്കൽ സ്റ്റോറിലും കിംസിലും ലാബിലും ഡോക്ടർക്കും കൊടുക്കാനേ ഉള്ളൂ. പണ്ടാണെങ്കിൽ പറയും ഇൻഷുറൻസ് ഉണ്ട്. ഇപ്പോൾ എത്ര അവർ ഇൻഷുറൻസ്, അവരതിനേക്കാളും കള്ളന്മാരാണ്. അവരൊരു ചെറിയ പങ്ക് തരും, ഒരു ദശാംശം അവർ തരും, ബാക്കി നിങ്ങളാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ പലരുടെയും ബില്ലടയ്ക്കുന്ന കാര്യം കേട്ടപ്പം ഇൻഷുറൻസ് ഒന്നും കാര്യമായിട്ട് കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്തിനായി ഓട്ടസഞ്ചി ഇടുന്നേ? ഇന്ന് ആ ഓട്ടകളെല്ലാം ഒന്ന് അടയ്ക്കാം. എന്താണ് അവസാനം കേട്ട വാക്യം? FB മേയർ പറഞ്ഞ വാക്യമാണ്, അപ്പോസ്തലൻ പറഞ്ഞതല്ല. എന്താണ്? മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ബി സ്റ്റിൽ. അതൊന്ന് ഏറ്റെടുത്തിട്ട് ഇവിടെ നോക്കുമ്പോൾ പോകാമോ? ദൈവം എന്താ നമ്മൾ സംസാരിച്ചേ? ആരെങ്കിലും നമ്മോട് വഴക്കിന് വന്നാൽ അവിടെ നിന്ന് നമ്മളെ ന്യായീകരിക്കുകയോ വഴക്കിടുവോ ശണ്ട കൂടുവോ ഒന്നും ചെയ്യരുത്. അവർ വഴക്കിടുന്നതിന് കാരണം അവർക്ക് അസൂയ. ഒന്ന്, അസൂയ കുറേ കഴിയുമ്പം ശണ്ടയാവും, അത് കോൺട്രവേഴ്സി ആവും, അത് അക്യൂസേഷൻ ആവും. പക്ഷേ മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നാൽ രഹബോത്താവും, അത് ബേർഷബയാവും. അപ്പോഴാണ് ദൈവം അവരെ തന്നെ കൊണ്ടുവന്നിട്ട് പറയുക, പണ്ട് നിന്നെ പേടിച്ചത് നീ ഞങ്ങളെക്കാളും ബലവാനെന്നാണ് പറഞ്ഞേ. ഇപ്പം പറയാ, അല്ല, യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് നമുക്കൊരു ഉടമ്പടി ചെയ്യാം. നമുക്കിനി വഴക്ക് വേണ്ട, നമുക്കൊരു ഉടമ്പടി ചെയ്യാം. അന്ന് രാത്രി അവരവിടെ തങ്ങി തിന്നു കുടിച്ചു. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു? സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അവർ പിരിഞ്ഞു. നമ്മോട് വഴക്കിട്ടവരും നമ്മെ ദ്രോഹിച്ചവരും നമ്മളവരെ കെട്ടിപ്പിടിച്ച് ഒരു സമാധാനത്തിൻ്റെ ഉടമ്പടി, അല്ലെങ്കിൽ വേറൊരുവാക്കി പറഞ്ഞാൽ അല്ലേ, ഒരു എന്തുവാണ് പറയുന്നത്, ഉടമ്പടി എന്നുള്ളതിന് ട്രീറ്റി, അതെ, ഒരു സമാധാനത്തിൻ്റെ ഉടമ്പടി. ഗോഡ് വിൽ ഡു ദാറ്റ്. പക്ഷേ ആ ട്രീറ്റി എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി എനിക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു വക്കീലിനെ കൊണ്ടുപോയി എഴുതാൻ പറ്റത്തില്ല. അത് ദൈവം പ്രവർത്തിച്ച് ഹൃദയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രീറ്റിയാണ്, ഉടമ്പടിയാണ്. അങ്ങനെ ഒരു ഉടമ്പടി ദൈവം എഴുതിക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉടമ്പടി ദൈവം എഴുതിക്കും. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലും പേര് നിങ്ങളുടെ മനസ്സിലിപ്പം വരുന്നെങ്കിൽ, ഓർമ്മ വരുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് മിണ്ടാതിരിക്കുക. മാറിപ്പോകേണ്ടതാണെങ്കിൽ മാറിപ്പോ, പക്ഷേ ദൈവം മാനിക്കും. പ്രിയപ്പെട്ടവർ, എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം, എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട്, കർത്താവേ, വഴക്കിടാതെ മാറിപ്പോവാൻ, കർത്താവേ, നിന്ന് തർക്കിക്കാതെ, അവകാശം പറഞ്ഞു നിൽക്കാതെ, എൻ്റെ റൈറ്റ്ഫുൾ റൈറ്റാണ്, അതെ, റൈറ്റ്ഫുൾ റൈറ്റാണ്, അതറിയാം. എൻ്റെ അപ്പൻ കുഴിച്ച കിണറാണ്, അതെ, ആ കിണറിന് എൻ്റെ അപ്പനിട്ട പേരാണ് ഇന്നും അറിയപ്പെടുന്നത്, അതെ. പക്ഷേ ഇപ്പം വഴക്ക് വന്നോ, അവിടെ നിന്ന് മാറിപ്പോ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പാ, അങ്ങയുടെ കൃപ മാത്രം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ആരെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ, കർത്താവേ, ഇങ്ങനൊരു വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ, ഇന്ന് വ്യക്തമായി അങ്ങ് സംസാരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടുന്ന ജ്ഞാനം കൊടുത്ത്, കർത്താവേ, കൃപ കൊടുത്ത്, ധൈര്യം കൊടുത്ത്, കർത്താവേ, അവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതിനെയും കേട്ടിരിക്കാനുള്ള സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.